മറ്റേ ട്രോളുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? കരയുമായിരുന്നല്ലോ, കുറച്ചു മുമ്പ് കരയുമായിരുന്നല്ലോ. ജോയിനിസം പറഞ്ഞില്ലായിരുന്നോ ഒട്ടിട്ടിൽ നന്നായി അഭിനയിക്കേണ്ട അമ്മാനെ? ടൈം മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല. നമുക്കറിയാലോ ടൈം മെഷീൻ ഇവിടെ കട്ടാവുമ്പോ അവിടെ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കിത് പൂർണ്ണമായി മനസ്സിലാവുന്ന ഒരു ബോധം ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും നമുക്കൊരു ടൈം മെഷീൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വിചാരിക്കും പണ്ടൊക്കെ സ്വർണ്ണത്തിന് ഭയങ്കര വിലയായിരുന്നു, പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് കുറെ ആലോചിക്കാറുണ്ടോ? കിട്ടുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെയാണോ ഇതൊക്കെയാണോ ആലോചിക്കുന്നത്? കല്യാണത്തിന് മുമ്പ് ഞാൻ കോബ്രയില് ഒരു 1-2 ദിവസം പോയി അഭിനയിച്ചു. കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയിച്ചു. കൊച്ചിനെ ഗർഭിണിയായിട്ട് ഒരു 5 മാസം ഉള്ളപ്പോൾ ഞാൻ അഭിനയിച്ചു. കൊച്ചിന് 5 മാസം ഉള്ളപ്പോൾ ഞാൻ അഭിനയിച്ചു. സിംഗിളായി തുടങ്ങി ഞാൻ അമ്മയാവുന്നോളം വരെ ഞാൻ കൊച്ചു പുറത്ത് വന്ന് 5 മാസമായിട്ടും ഞാൻ അതേ റോള് അതേ സീൻ തന്നെ ചെയ്തോണ്ടിരിക്കുകയാണ്. നീ ഇനി അഭിനയിക്കുന്നുണ്ടോ, നീ ഇനി സിനിമ ചെയ്യുവോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കൊച്ചിനെയൊക്കെ ആയിട്ട് അങ്ങ് സെറ്റിലായി എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ടായിരുന്നു. അപ്പൊ അതെനിക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ ഞാനിവിടെ ഉണ്ട് എന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട എന്റെ ഒരു ഉത്തരവാദിത്വം പോലെ ആയിപ്പോയി. ഹായ് ഹലോ വ്യൂവേഴ്സ്, വെൽക്കം ടു അവർ ഷോ അൺടോൾഡ് വിത്ത് അജിൻ. ഇന്ന് നമ്മുടെ കൂടെ കുറച്ച് അൺടോൾഡ് സ്റ്റോറീസ് പറയാനുള്ളത്. ജയമഹേന്ദ്രൻ എന്ന് പറഞ്ഞ വെബ് സീരീസ് അടുത്ത് തന്നെ സ്ട്രീം ചെയ്യാണ്. അപ്പോൾ അതിന്റെ കുറച്ച് വിശേഷങ്ങളായിട്ട് വി ഹാവ് മിയ, ശ്രീകാന്ത് ആൻഡ് അമിത്. സോ 3 പേർക്കും വെൽക്കം. ഫസ്റ്റ് ഓഫ് ഓൾ, ഈ ജോണർ ടാപ്പ് ചെയ്യാൻ ഭയങ്കര പാടാണ്. കാരണം നമ്മൾ മലയാളികൾക്ക് ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള സന്ദർഭങ്ങളിൽ നിന്നാണ് ശരിക്കും ഈ ഒരു സീരീസ് ഉണ്ടാകുന്നത്. ശരിക്കും ഈ ജോണർ ഐഡിയ എവിടുന്നാണ്? ജോണർ ഐഡിയ അല്ല നമ്മൾ ആദ്യം ചിന്തിക്കുന്നത്, സ്റ്റോറിയാണ് ആദ്യം ചിന്തിക്കുന്നത്. അപ്പൊ ഇത് 2019 ഇതിന്റെ റൈറ്റർ രാഹുൽ റിജി നായരാണ്. അദ്ദേഹമാണ് ഷോ റണ്ണറും, അതിനകത്ത് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അദ്ദേഹത്തിന്റെ ലൈഫിലുള്ള ഉണ്ടായ ഒരു വളരെ പേഴ്സണൽ ആയിട്ടുള്ള ഇൻസിഡന്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു ഇൻസിഡന്റ് പറയണം എന്നുള്ളൊരു ഐഡിയ അദ്ദേഹത്തിന് ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോഴത്തേക്കും നമുക്ക് ഓക്കെ, താലൂക്ക് ഓഫീസ് എന്നൊരു ഐഡിയ രാഹുലേട്ടൻ ഇങ്ങനെ കിട്ടി. അപ്പം താലൂക്ക് ഓഫീസ് എല്ലാവരും നമുക്ക് കുറച്ച്, അപ്പം ഡയറക്ഷൻ ടീമിലുണ്ടായിരുന്ന കുറച്ച് പേര് പല താലൂക്ക് ഓഫീസിലും റവന്യൂ ഉദ്യോഗസ്ഥരോടൊക്കെ സംസാരിച്ചു. അപ്പം നമുക്ക് കുറേ കഥകൾ അവിടെ റിയൽ ആയിട്ട് നടക്കുന്ന, കാരണം പോലീസ് സ്റ്റേഷൻ പോലെ തന്നെ ഒരു 24 hours വർക്കിംഗ് ആയിട്ടുള്ള ഒരു ഗവൺമെന്റ് സ്ഥാപനമാണ് താലൂക്ക് ഓഫീസൊക്കെ. അറിയില്ല, നമുക്ക് പലർക്കും അറിയില്ല. 24 മണിക്കൂർ അവിടെ ഒരാൾ ഉണ്ടാവണം, ഓപ്പൺ ആണ്. അപ്പം അങ്ങനെ ഒരു എത്രയും ഫുട്ഫോൾ ഉണ്ടാകും, അത്രയും ആൾക്കാർ വരുന്ന, സാധാരണക്കാർ വരുന്ന, വന്നു പോകുന്ന, ജീവിതങ്ങൾ മാറി മറിയുന്ന ഒരു സ്ഥലമാണ് താലൂക്ക് ഓഫീസ്. അപ്പം അതിനകത്ത് എന്തുകൊണ്ടൊരു കഥ പറഞ്ഞുകൂടാ? രാവിലെ ബേസിക് ആയിട്ടുള്ള ഒരു സ്റ്റോറി ഐഡിയ ഒരു സർക്കാർ ഉദ്യോഗസ്ഥന് ആവശ്യമുണ്ട്. അപ്പം ഇവിടെ പറയാം എന്നുള്ളതായിരുന്നു നമ്മുടെ ഐഡിയ. പിന്നെ ജോണറൊക്കെ പിന്നെ സംഭവിക്കുകയായിരുന്നു. നമ്മൾ കഥ ഉണ്ടായി വരുമ്പോഴത്തേക്കും ഇത് കഥ നമുക്ക് ത്രില്ലറായിട്ട് പറയാൻ പറ്റില്ല എന്നറിയാം. നമുക്ക് ഒരു ഫീൽ ഗുഡ്, ഒരു സറ്ററിക്കൽ, പൊളിറ്റിക്കൽ സറ്റയറിന്റെ ഒക്കെ ജോണറിലാണ് വരുന്നത്. ചെറിയ ഡ്രാമ എലമെന്റ്സ് ഒക്കെ ഉണ്ട്. അങ്ങനെയാണ് ജോണർ വരുന്നത്. അല്ല ഈ ജോണർ ടാപ്പ് ചെയ്യാമെന്നോ ഫിക്സ് ചെയ്യാമെന്നോ ഒന്നുള്ള ഐഡിയ അല്ല. സ്റ്റോറി ഇതാണ് എന്ന് നമുക്കറിയാം. അങ്ങനെയാണ് വന്നത്. ഫസ്റ്റ് തന്നെ സഹിച്ചേട്ടായിരുന്നു. നമ്മൾ ആദ്യം 2009 ഒരു ഫിലിം എന്നുള്ള രീതിയിൽ ആലോചിച്ചിരുന്നു. അന്ന് മറ്റു പല ആക്ടേഴ്സിനെ നമ്മൾ ചിന്തിച്ചിരുന്നു. പക്ഷെ ഇത് സോണി ലിവിനോട് സംസാരിച്ച് ഈ കഥ പറയുകയും അവർക്ക് ഭയങ്കരമായിട്ട് എക്സൈറ്റഡ് ആയി കഥ സോണി ലിവില്. അപ്പം അവർക്ക് ഈ പറഞ്ഞ പോലെ ഈ കഥ നടക്കുന്ന പരിസരവും അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. കാരണം ഒരു വെബ് സീരീസിന്റെ മാതൃകയിൽ നമുക്കിത് വീണ്ടും ഈ കഥാപാത്രങ്ങളെ കൊണ്ടുവരാനും അവരുടെ ഒരു ഗ്രോത്ത് കാണിക്കാനും ലൈഫിലെ ആർക്ക് കാണിക്കാനും ഒക്കെ പറ്റുന്ന ഒരു കഥാപരിസരമാണെന്ന് അവരുടെ ടീമിന് തോന്നി. അപ്പം അത് ടാപ്പിൻ ചെയ്യാൻ വേണ്ടിയായിരുന്നു നമ്മൾ ഉള്ള ശ്രമമല്ല. നിങ്ങളോട് രണ്ടുപേരോടെ വെബ് സീരീസ് പരിപാടി എങ്ങനെയുണ്ട് മൊത്തത്തില്? ഞാൻ സീരീസ് കാണാറുള്ള ഒരാളാണ്. അതിപ്പം ലാംഗ്വേജ് ഏതൊക്കെ ആയാലും എനിക്ക് നല്ലതെന്ന് തോന്നുന്നതൊക്കെ അങ്ങനെ കാണാറുണ്ട്. അപ്പം എന്റെ ആദ്യത്തെ സീരീസ് ആണ് ഡിജിറ്റൽ ഡെബ്യൂ. അതെ. അപ്പൊ അത് കാരണം അത് എന്റെ അടുത്തേക്ക് ഈ കോള് വരുമ്പോഴേ എല്ലാം തന്നെ ഫിക്സ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളായിരുന്നു. ലൈക്ക് സോണി ലിവിന് വേണ്ടിയിട്ടാണ് എടുക്കുന്നത്. ഈ പറയുന്ന പോലെ സൈജു ചേട്ടൻ, സുഹാസിനി മാം, ഈ ടീം എല്ലാം ഓണാണ്. അപ്പോൾ എനിക്കതൊക്കെ ഒരു അട്രാക്ഷൻ തോന്നി. അത് കഴിഞ്ഞിട്ട് പിന്നെ സ്റ്റോറി കേട്ടു, സീൻസ് എല്ലാം വായിച്ചു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് എൻ്റെ ക്യാരക്ടറും എനിക്ക് ഇഷ്ടമായി. പുതിയ കുറച്ച് ഓഡിയൻസിലേക്കും കൂടെ OTT കാണുന്ന പുതിയൊരു ഓഡിയൻസിലേക്കും കൂടെ എനിക്ക് എത്താം എന്നുള്ളൊരു എലമെന്റ് അതിനകത്ത് കണ്ടു. അപ്പോൾ അങ്ങനെ ഞാൻ
അതിലേക്ക് ഇന്നാവുക ചെയ്തത്. അന്നത്തെ ഈ OTT കാര്യം പറഞ്ഞപ്പോ സിജു ഒരു ദിവസം പറഞ്ഞില്ലായിരുന്നു OTT-ൽ നന്നായി അഭിനയിക്കേണ്ട അമ്മാനെ. എങ്ങനെയുണ്ട് ഇതിലെ ക്യാരക്ടർ? അത്യാവശ്യം ഭയങ്കര രസമുള്ളൊരു ഭയങ്കര റിലേറ്റബിൾ ആയിട്ടുള്ള ക്യാരക്ടേഴ്സിൽ ഒന്നാണ്. എനിക്ക് പേഴ്സണലി അനുഭവം ഉണ്ടായിട്ട് അങ്ങനത്തെ ഒരു ഇങ്ങനത്തെ ഗവൺമെന്റ് ഓഫീസിൽ പോകുമ്പോൾ PT എന്നുള്ള സ്ട്രിക്ട് ഇൻസ്ട്രക്ഷൻ ഉണ്ടാവും, പോയി ചെയ്തോണ്ട് വരണം എന്നുള്ളത്. അതെ, എൻഡ് ഓഫ് ദ ഡേ എന്ത് മാർഗം സ്വീകരിക്കുന്നു എന്നുള്ളത്. അപ്പൊ എങ്ങനെ ശരിക്കും ക്യാരക്ടർ പറയുമ്പോഴുള്ള ഒരു എക്സൈറ്റ്മെന്റ് എന്തായിരുന്നു? ക്യാരക്ടർ പറയുമ്പോഴത്തേക്കുള്ള എക്സൈറ്റ്മെന്റ് എൻ്റെ അടുത്ത് ഇതിനകത്ത് ഞാൻ പറഞ്ഞേ, ഇതിനകത്ത് ഒരു കുറവ് സ്ക്രീൻ സ്പേസ് ആണ് ഉള്ളത് എനിക്ക്. പക്ഷെ എനിക്ക് ശ്രീകാന്തിന്റെ അടുത്ത് ഈ പരിപാടിക്ക് വിളിക്കുമ്പോൾ ശ്രീകാന്തിന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ ഇതൊരു ടെറൈൻ ഫിക്സ് ചെയ്യാണ് നമ്മള്. ഫിക്സ് ചെയ്യുമ്പോഴത്തേക്ക് ഈ ക്യാരക്ടർ ഇനി വേണമെങ്കിൽ മുന്നോട്ട് വരാം. അപ്പൊ നിനക്കത് ആ പരിപാടി എന്നുള്ള തോട്ടിൽ നിനക്ക് ഇതൊന്നും ചെയ്യാൻ പറ്റുമെന്ന്. സീരീസ് ആയതുകൊണ്ട് നമ്മൾ പല ആർട്ടിസ്റ്റിനോടും അങ്ങനെ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഇത് ഈ സീസണിൽ ഇതിന്റെ സ്ക്രീൻ സ്പേസ് വളരെ കുറവായിരിക്കും, നമ്മൾ പറയുമ്പോഴും ചേട്ടൻ ഇത് തോന്നും. പക്ഷെ ഇത് സീരീസ് ആയതുകൊണ്ട് ഇതിന് ഫർദർ സീസൺ വരാൻ സാധ്യതയുള്ളത് കൊണ്ട് നമുക്ക് ഈ ക്യാരക്ടർ ഇനിയും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ക്യാരക്ടർ ആയതുകൊണ്ടാണ് നമ്മൾ നല്ല ആർട്ടിസ്റ്റുകളെ നോക്കുന്നത് എന്നുള്ളതായിരുന്നു നമ്മൾ പറഞ്ഞത്. ഇവനോടും അത് തന്നെയാണ് പറഞ്ഞത്. ഇത് ഇപ്പോൾ ഒരു ചെറിയ സാധനമാണ്, ചിലപ്പോൾ ഈ ക്യാരക്ടറിനെ നമുക്ക് വീണ്ടും യൂസ് ചെയ്യാൻ പറ്റും, കാരണം അത് രസമുള്ള ഒരു ക്യാരക്ടറാണെന്ന് നമുക്ക് തോന്നി, വീണ്ടും വന്നാൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്ന ഒരു ക്യാരക്ടറാണെന്ന് തോന്നി. അതുകൊണ്ട് അമിത്തിനോട് ചോദിച്ചു, നീ ചെയ്യുന്നോന്ന് ചോദിച്ചു. റിയൽ ലൈഫിൽ അങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? എങ്ങനെ ഇതേപോലെ റിയൽ ലൈഫിൽ ഇങ്ങനത്തെ അനുഭവം ഉണ്ടായിട്ടില്ല. പക്ഷെ നമ്മളല്ലാതെ ഇതേപോലെ ഓഫീസുകളിൽ നമ്മൾ പല പല അച്ഛൻ മരിച്ച സമയത്തായാലും സഹിച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ഈ ഡെത്ത് സർട്ടിഫിക്കറ്റ്, ഹയർഷിപ്പ് സർട്ടിഫിക്കറ്റ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഒരുപാട് കയറി ഇറങ്ങി പോയിട്ടുണ്ട് വഴികളിലൂടെ. ഈ സുഹാസിനിമാന്റെ ക്യാരക്ടർ ശരിക്കും പറഞ്ഞാൽ നമുക്ക് ഭയങ്കര റിലേറ്റബിൾ ആവണം, അങ്ങനത്തെ ഒരു ക്യാരക്ടർ വേണം എന്നുള്ളത് ആദ്യമേ തോട്ടിലുണ്ടായിരുന്നു. മാമിന്റെ ക്യാരക്ടർ അങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റ് വേണം എന്നുള്ളത്. അതാണ് നമ്മൾ ഈ കഥ പോകുന്ന ഒരു ഫ്ലോയില് ഈ സഹിച്ചന്റെ ക്യാരക്ടർ മഹേന്ദ്രന് എതിരെ വരുന്ന ഒരു ക്യാരക്ടർ, എതിരെ എന്ന് പറഞ്ഞാൽ ഒരു ആന്റഗണിസ്റ്റ് എന്നുള്ള രീതിയിലല്ല, ഐഡിയോളജിക്കലി ഇവർ തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. മഹേന്ദ്രൻ എന്ന് പറയുന്നത് നമുക്ക് കാര്യങ്ങൾ നടക്കാൻ വേണ്ടി, മൂവ് ചെയ്യാൻ വേണ്ടി, ഫയൽ മൂവ് ചെയ്യാൻ വേണ്ടി നമുക്ക് ചെറിയ അവിടെ ഇവിടെയും തിരിമറി നടത്താം എന്ന് ഉള്ള ഒരു ഐഡിയോളജി ഉള്ളതാണ്. സുഹാസിനി മാമിന്റെ ക്യാരക്ടർ തഹസിൽദാറാണ്, വളരെ സ്ട്രിക്റ്റ് ആണ്. ഇല്ല, പേപ്പറിൽ ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്, നമുക്ക് ഇങ്ങനെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്നൊരു വ്യക്തിയാണ്. അപ്പൊ ആ ക്യാരക്ടർ അങ്ങനെ ആയതുകൊണ്ട് നമുക്കൊരു സ്ട്രോങ് വുമൺ ഇമേജ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് വേണം, നമുക്കൊരു പാവം ഇമേജ് ഉള്ള ഒരു ആർട്ടിസ്റ്റ് പറ്റില്ല എന്നുള്ളത് തോന്നിയിരുന്നു. അപ്പൊ നമ്മളൊന്ന് ലിസ്റ്റ് ഡൗൺ ചെയ്തപ്പം നമുക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നിയതാണ് സുഹാസിനി മാം. നമുക്ക് ഞാൻ ഫസ്റ്റ് ടൈം ഡയറക്റ്റ് ചെയ്യുവാണ്. അപ്പം രാഹുലേട്ടനാണെങ്കിൽ പോലും ഇവൻ സ്റ്റേറ്റ് അവാർഡ്, നാഷണൽ അവാർഡ് ഉള്ള വ്യക്തിയാണ്. എന്നാൽ പോലും അദ്ദേഹത്തിന് സുഹാസിനി മാം നമ്മൾ വിളിച്ചാൽ വരികയല്ലടാ എന്നൊരു മൂഡായിരുന്നു. പക്ഷെ സോണി ലിവ് എന്നൊരു ബ്രാൻഡ് ഉണ്ടായിരുന്നത് കൊണ്ട് നമുക്കൊരു ചെറിയ കോൺഫിഡൻസ് ഉണ്ട്. ആരോടും പോയി ഒന്ന് പറയാം, സോണി ലിവിന് വേണ്ടിയാണ്, മലയാളത്തിൽ ആദ്യമായിട്ട് ചെയ്യുവാണ്, വെബ് സീരീസ് ആണ് എന്നൊക്കെ പറയാം എന്നുള്ളതുകൊണ്ട് ഞങ്ങൾ കോൺടാക്ട് എടുത്ത് വിളിച്ചു നോക്കി. വിളിച്ചപ്പോൾ മാം പറഞ്ഞു ഓക്കെ കേൾക്കാം, ഞങ്ങൾ ചെന്നൈക്ക് വരാം എന്ന് പറഞ്ഞു. വേണ്ട, അതൊന്നും വേണ്ട, സൂം കോൾ മതി എന്ന് പറഞ്ഞു. ഒരു രാവിലെ ഒരു 20 മിനിറ്റ് 30 മിനിറ്റ് എടുത്ത് കഥ മൊത്തം നറേറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം മാം പറഞ്ഞു കുറച്ച് നാളായില്ലേ ഇതുപോലത്തെ ഒരു വളരെ ഗ്രൗണ്ടഡ് ആയിട്ടുള്ള, വളരെ റിയലിസ്റ്റിക് ആയിട്ടുള്ള, നമ്മൾ എപ്പോഴും കാണുന്ന ആൾക്കാരെയും ക്യാരക്ടേഴ്സിനെ കണ്ടിട്ട് കുറച്ച് നാളായില്ലേ മലയാളത്തിൽ, ഞാനിത് ചെയ്യാം. പിന്നെ നമ്മൾ ബാക്കിയെല്ലാം മാമിൻ്റെ ഡേറ്റ്സ് ഒക്കെ മാനേജ് ചെയ്യാന്നുള്ളൊരു പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ സുഹാസിനി മാമിനെ പോലെ ഒരു ആർട്ടിസ്റ്റ് വരേണ്ട ഒരു ആവശ്യം കഥയ്ക്ക് ഉണ്ടായിരുന്നു. കാരണം അത് അത്ര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ആ കഥയ്ക്കകത്ത്. ഈ ചില കഥകളൊക്കെ കേൾക്കുമ്പോഴേ, ഈ ഇന്റർനെറ്റ് നാളുടെ കഥയൊക്കെ കേൾക്കുമ്പോൾ ഈ അന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ടൈം മെഷീൻ വരിക, സൈഫൈ എന്നൊക്കെ പരിപാടിയൊക്കെ ശരിക്കും അന്ന് ഈ കഥ കേൾക്കുമ്പോൾ എന്താ ഫീൽ ചെയ്തിരുന്നത്? അയ്യോ, അന്ന് സത്യത്തില് ഞാനത് ആദ്യമേ എനിക്കൊരു സിനോപ്സിസ് പോലെ അയച്ചു തന്നു. എനിക്ക് കാര്യമായിട്ട് പിടികിട്ടിയില്ല ഇത് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്യാൻ പോകുന്നത്. ഇവര് ഈ ചോദിച്ച സിനിമ ഇന്റർനെറ്റ് നാളെ തമിഴ് സിനിമ, ഞാൻ ചെയ്ത 2ാമത്തെ സിനിമയാണ്. അപ്പോ എനിക്ക് അയച്ചു തന്നിട്ട് എനിക്ക് കാര്യമായിട്ട് ഇതിപ്പോ എങ്ങനെയാണ് ഇത് വർക്ക്ഔട്ട് ആവുന്നത്, എനിക്ക് ടൈം മെഷീൻ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്ക് എനിക്ക് അത്ര ബുദ്ധിയൊന്നുമില്ല, നമുക്കറിയാലോ. അപ്പൊ ഞാനത് ഇതെങ്ങനെയായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ എന്നിട്ട് പിന്നെ എനിക്ക് ഒന്നുകൂടെ എനിക്ക് മൊത്തം ക്ലാരിറ്റി കിട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു. അപ്പൊ പിന്നെ ഫോൺ വിളിച്ചിട്ട് പുള്ളി ഒന്നും കൂടെ നറേറ്റ് ചെയ്തു. അപ്പൊ ഞാനൊരു ബുക്കും പേനയൊക്കെ എടുത്ത് പുള്ളി പറയുന്ന എല്ലാ കാര്യങ്ങളും നോട്ട് ചെയ്ത് ഒരു മുക്കാലൊക്കെ എനിക്ക് മനസ്സിലായുള്ളൂ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ആ സിനിമ ചെയ്യുന്നതിന് മുമ്പായിട്ട്. കാരണം ഇത് ഇങ്ങനത്തെ ഒരു സയൻസ് ഫിക്ഷൻ സാധനമാണ്, ടൈം മെഷീൻ ഇവിടെ കട്ടാവുമ്പോ അവിടെ വരും എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ എനിക്കത് പൂർണ്ണമായി മനസ്സിലാവുന്ന ഒരു ബോധം ഇല്ലായിരുന്നു. അപ്പൊ ഇപ്പോഴും ഇല്ല, ഇപ്പോഴും എനിക്ക് അങ്ങനത്തെ സിനിമയൊക്കെ കുറച്ച് ഇങ്ങനെ ചിന്തിച്ചെടുക്കണം. ഓക്കെ,
അപ്പോ പൂർണ്ണമായും മനസ്സിലാക്കാതെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ആ സിനിമ ഇന്റർനെറ്റ് നാളെ ഞാൻ ചെയ്യുന്നത്. പിന്നെ അത് തന്നെയല്ല, നമ്മൾ അഭിനയിക്കുമ്പോഴാണേലും സാധനങ്ങൾ പലതും ഇല്ല. ഈ ഗ്രീൻ മാറ്റ് വെച്ചിട്ട് ഈ ടൈം മെഷീൻ ഇങ്ങനെ വലുതായി വരുന്ന സംഭവമൊക്കെ ഉണ്ട്. അപ്പൊ അവര് പറഞ്ഞത് ഒരു ഗ്യാപ്പ് ഇട്ട്, അതെ അതെ. അപ്പൊ ഞാനും ഹീറോയും വിഷ്ണു വിശാലും ഞങ്ങൾ രണ്ടുപേരും ഇവിടെ ഇരിക്കും. അപ്പൊ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ ഇങ്ങനെ വരും. അപ്പൊ ഇവിടം വരെയൊക്കെ ലുക്ക് കൊടുക്കണം എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോ ഇല്ലാത്ത സാധനം നോക്കി അഭിനയിച്ച ഒരു വലിയ ശീലമൊന്നുമില്ല. അപ്പൊ ഇതൊക്കെ ഉള്ളതാണോ എന്തുവാണോ എന്നൊക്കെ ഉള്ള മട്ടില് ഒരു പകുതി എന്താ പറയാ, പകുതി മനസ്സിലായിട്ടുള്ളൂ എന്ന് പറയാം. ഒരു ഇതൊക്കെ ശരിയാണോ എന്ന് തന്നെ ഒരു ഡൗട്ട്ഫുൾ ആയിട്ട് തന്നെയാണ് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അത് കുറെയൊക്കെ അഭിനയിച്ചതെന്ന് പറയാം. ഇങ്ങനത്തെ CG പരിപാടികളൊക്കെ സംശയിച്ച് തന്നെയാണ് അഭിനയിച്ചത്. പക്ഷെ സംഭവം വന്നപ്പോ അതവിടെ ഹിറ്റായിരുന്നു. അത് എനിക്ക് ആ സിനിമയുടെ ഒരു പ്ലസ് പോയിന്റ് ആയിട്ട് തോന്നിയത് എന്നെ പോലുള്ളവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സബ്ജക്റ്റ് ആയിരുന്നു. ABC എല്ലാ ക്ലാസ്സിലുള്ള ഓഡിയൻസിനും ഈസിലി മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അത്. കാരണം നമ്മളൊക്കെ ആണെങ്കിലും നമ്മളും പെട്ടെന്ന് ചിന്തിക്കില്ലേ, നമുക്കൊരു ടൈം മെഷീൻ കിട്ടിയാൽ നമ്മൾ എന്ത് ചെയ്യും? പെട്ടെന്ന് വിചാരിക്കും പണ്ടൊക്കെ സ്വർണത്തിന് ഭയങ്കര വിലയായിരുന്നു, പെട്ടെന്ന് അവിടേക്ക് പോയിട്ട് കുറെ സ്വർണ്ണം ആലോചിക്കാറുണ്ടോ? അല്ല കിട്ടുകയാണെങ്കിൽ വെറുതെ ഇരിക്കുമ്പോ അങ്ങനെയാണോ ഇതൊക്കെയാണ് ആലോചിക്കുന്നത്? ചോദിക്കുകയാണെങ്കിൽ അല്ലേ നമ്മളൊക്കെ ഞാൻ അങ്ങനെ ആലോചിക്കും. നിങ്ങൾ ഞാൻ 10 സെന്റ് സ്ഥലം മേടിച്ച വൈറ്റിലെ ജംഗ്ഷനിൽ കുറച്ച് സ്ഥലം മേടിച്ചേനെ, കുറെ സ്വർണം മേടിച്ചേനെ, ഞാൻ അത് ചെയ്തേനെ ഇത് ചെയ്തേനെ, അങ്ങനെ ചിന്തിക്കില്ലേ? പക്ഷെ എല്ലാ ആൾക്കാരെയും പോലെ ആ സിനിമയിലും അതൊക്കെ തന്നെയാണ് കാണിച്ചിട്ടുള്ളത്. പക്ഷെ അതിന്റെയൊക്കെ ചെയ്തെടുക്കാനുള്ള പ്രാക്ടിക്കൽ ബുദ്ധിമുട്ടുകളും അതിനകത്ത് തന്നെ കാണിക്കുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു സിനിമയായിരുന്നു അത്. അതേ റിലേറ്റ് ചെയ്യാൻ പറ്റുന്നു എന്നുള്ളൊരു എലമെന്റ് ആണ് എനിക്ക് ജയ് മഹീന്ദ്രന്റെ. ഞാനത് ചോദിക്കാന്ന്, വർഷങ്ങൾക്ക് ശേഷം ശ്രീകാന്തിന്റെ നറേഷൻ കേട്ടപ്പോഴുണ്ടായിട്ടുള്ള ഒരു എനിക്ക് ഞാനും ഇന്നത്തെ ഇത് കേട്ട് കഴിഞ്ഞപ്പോ ഞാൻ പറഞ്ഞൊരു പോസിറ്റീവ് സാധനം ഇത് എല്ലാവർക്കും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അപ്പൊ തന്നെ നമ്മൾ പകുതി ജയിച്ചു എന്ന് പറയാം. കാരണം ഇത് കാണുന്ന ഓഡിയൻസിന് ഇത് ഞാൻ തന്നെയാണ്, അല്ലെങ്കിൽ എന്റെ കൂട്ടുകാരൻ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ എന്റെ വീട് ഇങ്ങനെയാണ് എന്നൊക്കെ തോന്നിക്കഴിഞ്ഞാൽ തന്നെ നമ്മൾ അവിടെ പകുതി വിജയിച്ചു. ബാക്കി അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞാൽ തന്നെ ആ കാണുന്ന ആള് നമ്മുടെ കൂടെ കൂടും. പിന്നെ നമ്മുടെ സയൻസ് ഫിക്ഷൻ ഒന്നും അല്ലാത്തതുകൊണ്ട് നമുക്ക് പറയാൻ മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടും. പോലീസ് സ്റ്റേഷൻ, കോടതി, താലൂക്ക് ഓഫീസ്, വില്ലേജ് ഓഫീസിലൊക്കെ നമ്മൾ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും എല്ലാവരും പോയിട്ടുണ്ടാവും. അതുകൊണ്ട് ആൾക്കാരെ പറഞ്ഞ് കഥ മനസ്സിലാക്കാൻ പാടൊന്നുമില്ല. കോംപ്ലിക്കേറ്റഡ് കാര്യം ഒന്നുമല്ല, സിമ്പിൾ ആയിട്ട് അല്ലേ നമുക്ക് ഇരുന്ന് കണ്ട് മനസ്സിലാക്കാവുന്ന ഒരു. പക്ഷെ പറഞ്ഞാൽ ഇത് വലിയൊരു സീരീസ് ആണല്ലോ. കാസ്റ്റ് വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് A to Z ഭയങ്കര വലിയ കാസ്റ്റ് ആണ്. ഇവരോടൊക്കെ ഈ പറഞ്ഞ ഒരു കൺവിൻസിംഗ് ഫാക്ടർ നേരത്തെ പറഞ്ഞ പോലെ ഈ അവരോട് പറയാൻ ചെല്ലുമ്പോൾ ഒരു അൺസർട്ടനിറ്റി ഉണ്ടോ? എനിക്ക് ഞാൻ ആദ്യമായിട്ടാണല്ലോ ഇത് ചെയ്യുന്നത്. അപ്പൊ എനിക്ക് ആ ഒരു ടെൻഷൻ ഉണ്ട്, നമ്മൾ സഫീഷ്യന്റ് ആണോ, ഇവര് നമ്മളെ ജഡ്ജ് ചെയ്യുമോ എന്നുള്ളതൊക്കെ ഉണ്ട്. കാരണം ഇതിനകത്ത് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സ് ഒരുപാട് പേരുണ്ട്. ജിയോ ബേബി ചേട്ടൻ, ജോണി ആന്റണി, വിഷ്ണു ഗോവിന്ദ്, പിന്നെ സിദ്ധാർത്ഥ് ശിവ, അങ്ങനെ ഒരുപാട്. ഇനി രാവിലെട്ടുണ്ട് ഷോറണ്ടറാണ് അത്. അപ്പം ഇങ്ങനെ ഒരുപാട് പേര് ഡയറക്ടേഴ്സ് ആയിട്ടുള്ള ആക്ടേഴ്സാണ്. അപ്പം ഇവരോട് നമ്മൾ പോയി നറേറ്റ് ചെയ്യുമ്പം അല്ലെങ്കിൽ ഇവരെ ഓൺ ബോർഡ് കൊണ്ടുവരണം എന്നുള്ള നമുക്ക് ആഗ്രഹം ഉണ്ടല്ലോ, ഇവരൊക്കെ വന്ന് അഭിനയിച്ചാൽ കൊള്ളാം. അപ്പം ഇവരോടൊക്കെ സംസാരിക്കുമ്പോൾ നമുക്ക് പേടിയാണ്, ഇവർ ജഡ്ജ് ചെയ്യും, ഇവർ വന്നാൽ ഇനി എങ്ങനെയാണ് ഓക്കെ പറഞ്ഞ് ഇവർ സെറ്റ് വന്നാൽ എന്തായിരിക്കും എന്നൊക്കെ നമ്മൾ ചിന്തയുണ്ടായിരുന്നു. പക്ഷേ എനിക്ക് അങ്ങനത്തെ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. ഞാൻ വളരെ കംഫർട്ടബിൾ ആയിട്ട് ആദ്യത്തെ പടം ഷൂട്ട് ചെയ്യും, വെബ് സീരീസ് ഷൂട്ട് ചെയ്തു. ഈ അമിത്തിന് എങ്ങനെ ശരിക്കും ഇപ്പൊ സിനിമകൾ വരുമ്പോഴത്തേക്ക് ഒരു വാഴ എന്ന് പറഞ്ഞ ഒരു വലിയ ബെഞ്ച് മാർക്ക് ഇപ്പുറത്തുണ്ടല്ലോ, അത് ശരിക്കും എങ്ങനെ ഇപ്പൊ ഇനി വരാൻ പോകുന്ന സിനിമകൾ തെരഞ്ഞെടുക്കുമ്പോഴൊക്കെ തോട്ടില് ഉണ്ടാവും അടുത്ത സിനിമ? അങ്ങനെയൊക്കെ ചിന്തിക്കണോ നമ്മള്? ആളുകൾക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന ഇഷ്ടമുള്ളൊരു അങ്ങനെ ഒന്നും അതുമായിട്ട് കമ്പയർ ചെയ്തൊന്നുമില്ല. എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്ന നല്ല സാധനങ്ങൾ ചെയ്യണം എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. ആസ് എൻ ആക്ടർ ഞാൻ ഭാഗത്ത് ഞാനും ബഡിങ് സ്റ്റേജിൽ നിന്ന് കയറി വരുന്ന ഒരാളാണ്. എനിക്ക് കിട്ടുന്ന പരിപാടികളെല്ലാം ഫിഗർ ഔട്ട് ചെയ്ത് നോക്കണം എന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. ശരിക്കും ബെൻ ജോൺസണിലൊക്കെ എന്തായിരുന്നു? ബെൻ ജോൺസണിൽ മണിച്ചന്റെ കുട്ടിക്കാലം അല്ലല്ല, ഇപ്പൊ ശരിക്കും കുറെ കഴിഞ്ഞ ദിവസമൊക്കെ പോസ്റ്റും കാര്യങ്ങളൊക്കെ. അപ്പൊ അതിന്റെ ഒരു ഇൻസ്റ്റയിലൊക്കെ ആരെങ്കിലും ടാഗുകളൊക്കെ വരുന്നുണ്ടോ? കാണുന്നുണ്ട്, ടാഗുകൾ കാണുന്നുണ്ട്. നിങ്ങക്ക് വാഴ ഉണ്ടായിരുന്നോ? വാഴ കണ്ടു. പിന്നെ ഞാൻ തിയേറ്ററിൽ പോയി വാഴ കണ്ടിരുന്നു. OTT വന്നപ്പോഴും കണ്ടു. ആളെ നേരിട്ട് കണ്ടപ്പോൾ ഞങ്ങൾക്ക് ഇതിനകത്ത് കോമ്പിനേഷൻ അങ്ങനെ ഒന്നും ഇല്ല. കാരണം ഞങ്ങള് ജയ് മഹീന്ദ്രനിൽ ഞങ്ങൾ കണ്ടില്ലായിരുന്നു. ഇന്ന് വന്നപ്പോഴാണ് ഞങ്ങൾ കാണുന്നത്. അപ്പൊ ഞാൻ എന്റെ അഭിപ്രായമൊക്കെ പറയുകയും ചെയ്തു അല്ലേ, ഞങ്ങൾ കണ്ടപ്പോഴേ ഞാൻ സംസാരിച്ചു. ഈ ശരിക്കും പറഞ്ഞ ഇപ്പൊ ഈ കേരള ക്രൈം ഫയൽസിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. അത്
ഉണ്ടാക്കിയിട്ടുള്ള ബെഞ്ച് മാർക്ക് ഭയങ്കര ഹൈ ആണ്. കാരണം അന്ന് വെബ് സീരീസ് ട്രെൻഡുകൾ തുടങ്ങുന്ന സമയത്ത് ഇന്ത്യയിൽ മൊത്തം ചർച്ചയായിട്ടുള്ള വെബ് സീരീസ് കുറെ പേര് കണ്ട ഒരു വെബ് സീരീസ് കൂടെ. ശരിക്കും പുതിയ വെബ് സീരീസ് ആലോചിക്കുമ്പോൾ ഫ്രം ദ ടീം എന്ന് വരുമ്പോഴത്തേക്ക് അതിന്റെ ഒരു പ്രഷർ ഉണ്ടോ ചെയ്യുമ്പോഴത്തേക്കും? ഒരിക്കലും ഞാൻ കേരള ക്രൈം ഫയൽസിനെ തോപ്പിക്കണം. കാരണം എന്തായാലും അഹമ്മദിന്റെ അസിസ്റ്റന്റ് ആയിരുന്നു ഞാൻ, അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു ഞാൻ. അപ്പം ഒരു ഗുരുസ്ഥാനത്ത് കാണുന്ന ആളാണ്. അപ്പം എനിക്ക് പുള്ളിയെ തോപ്പിക്കാൻ പറ്റുമോ അങ്ങനത്തെ ചിന്തിച്ചിട്ടൊന്നുമില്ല. പിന്നെ ഒരേ പ്രൊഡക്ഷൻ ഹൗസാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ കേരള ക്രൈം ഫയൽസിന്റെ ഷൂട്ട് കഴിഞ്ഞ ഉടനെ ഇത് സോണി ലിവുമായി സംസാരിച്ച് ഇത് ചെയ്യാം എന്നുള്ളൊരു ധാരണ ഉണ്ടായിരുന്നു. അപ്പോൾ അധികം താമസിക്കാതെ തന്നെ നമ്മൾ ഇതിന്റെ ഷൂട്ടിലേക്ക് കടന്നു. നമ്മൾ ഇതിന്റെ ഷൂട്ട് കഴിഞ്ഞ് പോസ്റ്റ് പ്രൊഡക്ഷൻ നടക്കുമ്പോഴാണ് കേരള ക്രൈം ഫയൽസ് റിലീസ് ആവുന്നത്. അപ്പം ഇപ്പം അതുണ്ടാക്കിയൊരു ബസ് ഭയങ്കരമാണ്. അപ്പം സോണി ലിവിലും അത് ആദ്യമായി വരുന്നൊരു, അത് വേറൊരു പ്ലാറ്റ്ഫോമിൽ ആദ്യമായിട്ട് വന്നൊരു വെബ് സീരീസ് ആണ്. അതുപോലെ തന്നെ സോണി ലിവിൽ ആദ്യമായിട്ട് വരുന്നൊരു വെബ് സീരീസ് ആൾക്കാർ കാണുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഈ ഇപ്പോഴത്തെ ക്യാരക്ടറൊക്കെ ചൂസ് ചെയ്യുമ്പോഴേ ഇപ്പം ലേജശ്രീ തലവനിലൊക്കെ ആണെങ്കിലും ഭയങ്കര ഇമ്പാക്റ്റ് ആണെന്നല്ലോ ശരിക്കും ആ ക്യാരക്ടറിന്. ഈ എനിക്കെന്ത് ചെയ്യാൻ പറ്റും അതിനകത്ത് നിന്നുള്ള ഒരു തോട്ട് ഉണ്ടാവാറുണ്ടോ? ഉറപ്പായിട്ടും നമ്മൾ ഏത് സിനിമ നമ്മൾ ചൂസ് ചെയ്ത് കഴിഞ്ഞാലും എനിക്ക് എന്തെങ്കിലും ഒരു റീമാർക്കബിൾ സാധനം, എന്നെ ഓർത്ത് വെക്കുന്ന എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്നുള്ളത് ആലോചിച്ചിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ റെലവൻസ് എന്ന് പറയുന്നൊരു കാര്യമുണ്ടല്ലോ. ഇപ്പം എന്നെ സംബന്ധിച്ച് ഞാൻ എൻ്റെ ആഫ്റ്റർ കല്യാണവും കൊച്ചും ഇതിന് ശേഷമൊക്കെ ഞാൻ ഫേസ് ചെയ്യുന്ന ഒരു പ്രശ്നം എന്തായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാൻ ഇവിടെ ഉണ്ടോ, മിയ ഇനി അഭിനയിക്കുന്നുണ്ടോ, മിയ ഇനി സിനിമ ചെയ്യുവോ, അങ്ങനെയൊക്കെയുള്ള ചോദ്യങ്ങൾ ഞാൻ ഫേസ് ചെയ്തിട്ടുണ്ട്. കുറെ ആൾക്കാർ വിചാരിച്ചത് ഇനി സിനിമയൊന്നും ചെയ്യത്തില്ല, കൊച്ചിനെയൊക്കെ ആയിട്ട് അങ്ങ് സെറ്റിലായി എന്നുള്ളൊരു ധാരണ ചിലർക്കുണ്ടായിരുന്നു. അത് എനിക്ക് മനസ്സിലായി കഴിഞ്ഞപ്പോൾ അതെനിക്കൊരു ഷോക്കിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിരുന്നു. അപ്പൊ എനിക്ക് മനസ്സിലായി ഞാൻ തന്നെ എഫേർട്ട് ഇടണം, ഞാൻ ഇവിടെ ഉണ്ടെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ തന്നെ എഫേർട്ട് ഇടണം എന്നുള്ളത് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഞാനിങ്ങനെ എന്നെ തന്നെ, എനിക്ക് ഓരോരുത്തരുടെ അടുത്തും പോയി ഇങ്ങനെ ഞാനിവിടെ ഉണ്ട്, എന്നെ നിങ്ങളെ സിനിമയ്ക്ക് വിളിക്കണം, അങ്ങനെ എനിക്ക് ഓരോരുത്തരുടെ അടുത്തും പോയി പറഞ്ഞുകൊണ്ടിരിക്കാൻ പറ്റില്ലല്ലോ. ഞാനിവിടെ ഉണ്ട്, ഞാൻ ഇനി അഭിനയിക്കും, ഞാൻ ഈ ഫീൽഡ് ഔട്ട് ആയിട്ട് ഞാനിവിടെ ഉണ്ട് എന്ന് കാണിച്ചു കൊടുക്കുക എന്നുള്ളതായിരുന്നു എൻ്റെ ഒരു ടാസ്ക്. പണ്ടതില്ലായിരുന്നു. പണ്ട് മീൻസ് കല്യാണത്തിന് മുമ്പ് എനിക്കിഷ്ടമുള്ളത് ഞാൻ ചെയ്യുന്നു എന്നുള്ളത്, അങ്ങനെ പോവുക എന്നുള്ളതായിരുന്നു. ഇപ്പം ഞാനിവിടെ ഉണ്ടെന്നുള്ളത് കാണിച്ചു കൊടുക്കേണ്ട എൻ്റെ ഒരു ഉത്തരവാദിത്വം പോലെ ആയിപ്പോയി. അത് എൻ്റെ ഒരു ടാസ്ക് പോലെയായി. അങ്ങനെ ഒരു പ്രഷർ എനിക്ക് വന്നു. അപ്പോൾ ഞാൻ എന്താ പറയുന്നത്, കുഞ്ഞൊക്കെ ആയി കഴിഞ്ഞിട്ടാണെങ്കിലും എനിക്ക് വന്ന ഓരോ വർക്ക്സും കാര്യങ്ങളൊക്കെ ആയിട്ട് ഇങ്ങനെ മുന്നോട്ട് പോയി. അപ്പോൾ അങ്ങനെ ഇരിക്കുന്ന ഒരു സമയത്ത് തലവൻ പോലത്തെ ഒരു പ്രൊജക്റ്റ് വന്നത്, ഓഫ്കോഴ്സ് അതൊരു അട്രാക്ഷൻ ഉള്ള ഒരു പ്രൊജക്റ്റ് തന്നെയായിരുന്നു. ജിസ്റ്റേട്ടന്റെ സിനിമ, ബിജു മേനോൻ, ആസിഫ് അലി, അങ്ങനെ ഒരു സംഭവം, അതിനകത്ത് തരക്കേടില്ലാത്ത ഒരു ശ്രദ്ധിക്കുന്ന ഒരു റോള് എന്നുള്ളത് എനിക്ക് എന്നെ തന്നെ കാണിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു എന്താ പറയുന്നത് ഒരു ഫിലിം തന്നെയായിരുന്നു. അപ്പോൾ എൻ്റെ എന്താ പറയാ, ഞാനിപ്പോഴും ആ ഒരു ടാസ്കിൽ ഇങ്ങനെ പൊക്കോണ്ടിരിക്കുകയാണ്. ഞാൻ എന്നെ തന്നെ ഷോക്കേസ്, ഞാനിവിടെ ഉണ്ട് കേട്ടോ എന്ന് ഞാനിങ്ങനെ ഓർമ്മിപ്പിച്ച് തന്നോണ്ടിരിക്കുകയാണെന്നുള്ളതാണ്. അങ്ങനെയാണ് ഇതിന്റെ കാര്യം. ഈ കോബ്ര ഒക്കെ ഇതിന്റെ ഇടയിലാണോ ശരിക്കും? കോബ്ര അതെ, കോബ്ര വൻ കോമഡിയാണ് ആക്ച്വലി. കോബ്രയുടെ ഷൂട്ടിംഗ് വൻ കോമഡി എന്ന് വെച്ച് കഴിഞ്ഞാല്, ഷൂട്ടിംഗ് ഞാൻ കല്യാണത്തിന് മുമ്പ് ഞാൻ കോബ്രയില് ഒരു 1-2 ദിവസം പോയി അഭിനയിച്ചു. കല്യാണത്തിന് ശേഷം ഞാൻ അഭിനയിച്ചു. കൊച്ചിനെ ഗർഭിണിയായിട്ട് ഒരു 5 മാസം ഉള്ളപ്പോൾ ഞാൻ അഭിനയിച്ചു. കൊച്ചിന് 5 മാസം ഉള്ളപ്പോഴും ഞാൻ അഭിനയിച്ചു. അതെ, അത്രയും കാലം പോയ ഒരു ഷൂട്ടായിരുന്നു. അങ്ങനെ അത്രയും സമയം എടുത്തു. അതിന്റെ ഇടയ്ക്ക് കോവിഡ് ഒക്കെ വന്നതുകൊണ്ടാണ് ഇത്രയും ഒരു ഡിലേ വന്നത്. കാരണം ആ സീന് ഞാനൊക്കെ ഉള്ള ആ ഒരു സീനൊക്കെ ഒത്തിരി ആർട്ടിസ്റ്റുകളൊക്കെ ഉള്ള സീനായത് കാരണം ഈ കോവിഡ് സമയത്ത് എല്ലാവരെയും ഇതാക്കണം. പിന്നെ അതായത് 50 പേരിൽ കൂടുതൽ ആള് കൂടാൻ പാടില്ല, അങ്ങനത്തെ ഒക്കെ കുറെ റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. അത് കാരണം പല കാരണങ്ങൾ കൊണ്ട് അത് നീണ്ടുപോയതാണ്. പക്ഷെ എന്റേത് ഒരു വലിയ ഒരു ഫേസ്, വലിയൊരു പ്രോസസ്സ്. സിംഗിളായി തുടങ്ങി ഞാൻ അമ്മയാവുന്നോളം വരെ ഞാൻ കൊച്ചു പുറത്ത് വന്ന് 5 മാസം ആയിട്ടും ഞാൻ അതേ റോള് തന്നെ, അതേ സീൻ തന്നെ ചെയ്തോണ്ടിരിക്കുക. അതും ഇതിനകത്താണ്. ശരി. കോബ്രയും തലവനും ജയ് മഹീന്ദ്രനും ഒക്കെ സോണി ലിവില് തന്നെ. അപ്പോ സോണി ലിവ് സർട്ടിഫൈഡ് ആണ്. അതെ. ഈ ജയ് മഹീന്ദ്രൻ എന്ന് പേര് ഞാൻ ആദ്യം ഒരു സൂപ്പർ ഹീറോ സിനിമയാണെന്നാണ്. വേറെ ആരെങ്കിലും അങ്ങനെ വിചാരിച്ചായിരുന്നു? എല്ലാരും വിചാരിച്ചു കേട്ടില്ല. പക്ഷെ ഇവിടെ കുറച്ചുപേര് വിചാരിച്ചെന്നാണ് എന്റെ ഒരു ഇതില്. പോസ്റ്ററൊക്കെ കണ്ടിട്ട് പോസ്റ്റർ വന്നതിന് മുമ്പ് ടൈറ്റിൽ അനൗൺസ് ജസ്റ്റ് ഈ ടൈറ്റിൽ മാത്രം ജയ് ഹനുമാൻ എന്നൊക്കെ പറയാം. ശരിക്കും ഫസ്റ്റ് തന്നെ ടൈറ്റിൽ ഇതുണ്ടായിരുന്നു. ആദ്യം നമ്മള് എഴുതി തുടങ്ങിയപ്പോഴേ ഐഡിയ, ഈ ടൈറ്റിൽ തന്നെയായിരുന്നു. അപ്പം ഇത്
ഈ മഹേന്ദ്രൻ എന്ന് പറഞ്ഞ ക്യാരക്ടർ ആണല്ലോ ഇതിന്റെ മൊത്തം ഇതിന്റെ നട്ടല്. അതുകൊണ്ട് അയാൾക്ക് ഒരു ജയ് വിളിക്കുന്ന രീതിയിൽ ഇത് നിൽക്കണം എന്നുള്ള ഒരു ഐഡിയയിലായിരുന്നു. കാരണം ഇതിനൊരു ചെറിയ ഇയാൾക്കൊരു പൊളിറ്റിക്കൽ കണക്ഷൻസ് ഒക്കെ കാണുമ്പോൾ അറിയാം, പൊളിറ്റിക്കൽ കണക്ഷൻസ് ഒക്കെ ഉണ്ട്. ആ രീതിയിൽ ഒരു മുദ്രാവാക്യം പോലെ ഇതിരിക്കട്ടെ എന്നുള്ള രീതിയിലാണ് ജയ് മഹേന്ദ്രൻ എന്ന് പറഞ്ഞത്. ഈ ശരിക്കും ഈ വെബ് സീരീസ് തരുന്നവരിൽ ഭയങ്കര ലിബർട്ടി ഉണ്ടല്ലോ, ക്യാരക്ടർ അടുത്ത സീസണിലേക്കൊക്കെ വരാന്ന്. അപ്പൊ അടുത്ത സീസണിന്റെ പണിപ്പുരയില് അടുത്ത സീസൺ നമ്മൾ സ്ക്രിപ്റ്റ് ഓൾറെഡി കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ അത് സോണി ലിവിന് നമ്മൾ സബ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ റിലീസ് ഒക്കെ കഴിഞ്ഞിട്ട് അതിന്റെ ചർച്ചയിലേക്കൊക്കെ പോകണം. അല്ല അതിന്റെ ഇടയിൽ ചെറിയ സിനിമ പരിപാടി അങ്ങനെ സിനിമ പരിപാടികൾ നമ്മൾ പാരലലി ഞാൻ രാഹുലേട്ടനും കൂടെ കോറൈറ്റ് ചെയ്തൊരു പ്രൊജക്ട് നമ്മൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഈ രാഹുലേട്ടനെ പറ്റി ചോദിക്കുമ്പോൾ ഇങ്ങനത്തെ ഒരു ക്യാരക്ടർ ഞാൻ ഇതിനു മുമ്പ് ഇങ്ങനെ കണ്ടിട്ടില്ല. ഇത് ടൈലർ മെയ്ഡ് ആണോ ശരിക്കും? ടൈലർ മെയ്ഡ് ആണെന്ന് ഇപ്പം ഇന്ന് കുറെ പേര് കണ്ടവര് പറഞ്ഞു ഇത് നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിന്റെ ശരിക്കും ആക്ച്വൽ കാര്യം എന്ന് വെച്ചാല് നമ്മള് ഈ ക്യാരക്ടർ ത്രൂ ഔട്ട് ഉള്ളതാണ്. അപ്പൊ നമ്മള് വേറെ ലൈക്ക് എസ്റ്റാബ്ലിഷ്ഡ് ആക്ടേഴ്സിനെ നമ്മൾ ആലോചിച്ചിരുന്നു. അപ്പം ഞാനൊരു ലൈക്ക് ഇതിന്റെ ലോജിസ്റ്റിക്സുമായി ബന്ധപ്പെട്ടിട്ട് ഞാൻ ചീഫ് അസോസിയേറ്റ് ഡയറക്ടർ ആയിരുന്നു കുറെ സിനിമകൾക്ക്. അപ്പൊ ഞാൻ ആലോചിക്കുന്ന എല്ലാം ആ രീതിയിലാണ്. അപ്പം ഞാൻ ക്രിയേറ്റീവിനേക്കാൾ ഉപരി ഞാൻ ചിന്ത മൊത്തം എന്റെ ടൈം മാനേജ്മെന്റ് ഒക്കെ. അപ്പൊ ഞാൻ ഈ ഒരു ക്യാരക്ടർ ത്രൂ ഔട്ട് ഉണ്ട്. അപ്പം ഇൻ കേസ് സഹിച്ചേട്ടനും സുഹാസിനി മാം ആ ക്യാരക്ടർ പിന്നെ ഈ ക്യാരക്ടറിന് ഒരു എസ്റ്റാബ്ലിഷ്ഡ് ആക്ടർ വന്നാൽ എന്തെങ്കിലും ഡേറ്റ് ഇഷ്യൂ വന്നാൽ എൻ്റെ പ്രൊജക്റ്റിനെ ബാധിക്കുമല്ലോ എന്നായിരുന്നു എൻ്റെ ഫസ്റ്റ് ചിന്ത. പിന്നെ എനിക്ക് ഈ പറഞ്ഞ പോലെ ഈ ക്യാരക്ടറിനുള്ള കുറച്ച് പോസിറ്റീവായിട്ടുള്ള മാനിപ്പുലേറ്റീവ് സ്കിൽസും എല്ലാം രാഹുലേട്ടൻ ഉണ്ടെന്ന് തോന്നി. ട്രൈ നോക്കാന്നുള്ള ത്രൂ ഔട്ട് ഉണ്ടാവും. എന്തായാലും ഷോ റണ്ണറും ഒക്കെ സെറ്റിൽ ഉണ്ടാവും, റൈറ്ററും ആണ്. അപ്പം എനിക്ക് ഫസ്റ്റ് ഡയറക്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ഗുണമാണ് റൈറ്റർ കൂടെ ഉണ്ട്, എല്ലാം കൂടെ ഉണ്ടെന്ന് പറയുന്നത്. അപ്പം മെയിൻ റോളും അഭിനയിക്കുന്നു. പിന്നെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആയിരുന്നപ്പോൾ എന്നെ കുറെ ചീത്ത വിളിച്ചിട്ടുണ്ട്. അപ്പം ക്യാമറ ഇങ്ങനെയാണ് ചെയ്യുന്നത് എന്നൊക്കെ എനിക്ക് ചോദിക്കാൻ സമയം കിട്ടി. എങ്ങനെയാണ് ഞാൻ വലിയ രീതിയിൽ ചെയ്തില്ല, പക്ഷെ കുറെ റീടേക്സ് ഒക്കെ ചെയ്യിപ്പിച്ച്. അതെ, ഇതിനകത്തൊരു തമാശയുണ്ട്. അതായത് വെച്ചാൽ സുഹാസിനി മാമുമായിട്ട് സഹിച്ചോണ്ട് ഒരു സീനിൽ കുറച്ച് ലെങ്തി ഡയലോഗ് ഉണ്ട്, ഒരു മോണോലോഗ് പോലത്തെ ഒരു ഡയലോഗ് ഉണ്ട്. ഇത് ഷൂട്ട് ചെയ്യുന്നതിന് മുമ്പ് സഹിച്ചേട്ടൻ എന്നോട് വന്ന് പറഞ്ഞു, ഞാൻ എല്ലാം പഠിച്ച് മുത്തേന്നാണല്ലോ വിളിക്കുന്നത്, ഞാൻ എല്ലാം പഠിച്ച് മുത്തേ. ഞാൻ ഇന്നലെ രാത്രി ഉറങ്ങിയിട്ടില്ല, ഇരുന്ന് പഠിക്കുമായിരുന്നു. പിന്നെ ഞാൻ ബൽരാജിനെ ചീഫ് അസോസിയേറ്റിനെ പറഞ്ഞൊക്കെ കേൾപ്പിച്ചിട്ടുണ്ട്, ഞാൻ പൊളിക്കും. എൻ്റെ ഇതുവരെയുള്ള റെക്കോർഡ്, ഇത്രയും വർഷത്തെ കാര്യങ്ങൾ എൻ്റെ ഇതുവരെയുള്ള റെക്കോർഡ് 21 ടേക്കാണ്. ഞാൻ അതിന് താഴെ ഇത് പിടിക്കും. അങ്ങനെ ഓക്കെ ശരി, ഇതിങ്ങനെ പോവുക ഇത്രയും ലോങ്. അപ്പൊ ചേട്ടന് ആക്ച്വലി ഇവിടെ അല്ല വളർന്നത്, നോർത്ത് ഇന്ത്യയിലൊക്കെയാണ് വളർന്നതൊക്കെ. അപ്പൊ ചേട്ടന് ചില വാക്കുകൾ, ഇത് ടെക്നിക്കൽ വാക്കുകളും ഒക്കെ ചേട്ടന് ചിലപ്പം അതെ ഡബിനൊക്കെ നീ കണ്ടായിരുന്നു, ഡബൊക്കെ കുറച്ച് പാടുള്ളൊരു മോണോലോഗാണ്. അപ്പം അപ്പം ഈ മോണോലോഗാണ്. അപ്പൊ ഇത് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ കട്ട് 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 22 സെറ്റിൽ എല്ലാരും കൈയടിച്ചു, റെക്കോർഡ് ബ്രേക്ക് ചെയ്തു. ഇതുവരെയുള്ള കരിയറിലെ ബെസ്റ്റ് ആണല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ 27 ടേക്ക് പോയി. ചേട്ടൻ വേറൊരു ഇന്റർവ്യൂല് അഭിമാന പുരസ്സരം ചേട്ടൻ പറഞ്ഞു 27 ടേക്ക് പോയ ഇതാണെന്ന്. അപ്പം റീടേക്സ് എല്ലാരെയും കൊണ്ട് എടുപ്പിച്ചു, ഇവനെ കൊണ്ടൊക്കെ എടുപ്പിച്ചിട്ടുണ്ട്. മിയയ്ക്ക് മാത്രം അത് വേണ്ടി വന്നില്ല. ആക്ച്വലി മിയ 1 ടേക്ക് ആർട്ടിസ്റ്റ് ആണ്, ഞാൻ ചുമ്മാ പറയല്ല, സത്യമായിട്ട്. അല്ല, ഞാൻ എന്റെ എക്സ്പീരിയൻസ് പറയാം, വളരെ കുറച്ച് എക്സ്പീരിയൻസ് ഉള്ളു എനിക്ക് മിയായിട്ട്. അല്ല, വളരെ വിരളമായിട്ടാണ് ഒരു 2-3 ടേക്ക് ഒക്കെ പോയത്. എന്നിട്ട് മിയയുടെ ഷൂട്ട് ഫസ്റ്റ് സീൻ എടുത്തു കഴിഞ്ഞിട്ട് ഞാൻ ചെന്നിട്ട് പറഞ്ഞു, ഇത്രയും നല്ല ആക്ടറാണെന്ന് എനിക്ക് അറിയില്ലായിരുന്നു. സത്യമായിട്ട് ഞാൻ കാസ്റ്റ് ചെയ്തപ്പോൾ പോലും എനിക്ക് അറിയില്ലായിരുന്നു ഇത്രയും നല്ല ആക്ടറാണെന്ന്. പേഴ്സണലി വന്ന് ഇങ്ങനെ അപ്രീഷിയേറ്റ് ചെയ്തു, അത് നല്ലതായിരുന്നു, ആ റിയാക്ഷൻ നല്ലതായിരുന്നു. വേറെ ആരെങ്കിലും ഇങ്ങനെ സർപ്രൈസ് റിയാക്ഷൻ ഒന്നുണ്ടോ ടേക്ക് ഒക്കെ കണ്ട്? എനിക്ക് അപ്രീസിയേഷൻ ഒക്കെ കിട്ടിയിട്ടുണ്ട്, പക്ഷെ ഇവര് 3 പേരും ബാക്ക് ടു ബാക്ക് വന്നിട്ട്, അതായത് ശ്രീകാന്ത് ആദ്യം വന്നു, അത് കഴിഞ്ഞ് പുറകെ രാഹുൽ ചേട്ടൻ വന്നു, പുറകെ നമ്മുടെ സിനിമാറ്റോഗ്രാഫർ പ്രശാന്ത് ചേട്ടൻ വന്നു. അപ്പൊ ഇവരിങ്ങനെ 3 പേരിങ്ങനെ ബാക്ക് ടു ബാക്ക് വന്നപ്പോഴത്തേക്ക് ഞാൻ തന്നെ കാസ്റ്റ് പോലെ തന്നെ ഭയങ്കര വലിയൊരു കാസ്റ്റ് ആണെന്ന് അജിം പറഞ്ഞല്ലോ. അതുപോലെ തന്നെ ഒരു കാര്യമാണ് ഇതിന്റെ ക്രൂ. വെച്ചാൽ ഇത് സോണി ലിവിന് വേണ്ടി ഒരു വലിയ പ്ലാറ്റ്ഫോമിന് വേണ്ടി ചെയ്യുന്നതായതുകൊണ്ട് എല്ലാ ക്രൂവും എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കണം എന്ന് അവർക്ക് നിർബന്ധമുണ്ട്, പ്ലാറ്റ്ഫോമിൽ നിർബന്ധമുണ്ട്. അപ്പം നമുക്ക് വന്ന ഒരു സിനിമാറ്റോഗ്രാഫർ പ്രശാന്ത് രവീന്ദ്രൻ, നമ്മുടെ പ്രൊഡക്ഷൻ ഡിസൈനർ പ്രതാപ്,
ഇവരൊക്കെ കുറേ വർഷങ്ങളായിട്ട് ഇൻഡസ്ട്രിയിലുള്ള വലിയ വലിയ സിനിമകൾ ചെയ്യുന്ന, ഇപ്പോൾ സിബി മെലൽ സാറിൻ്റെ ഒക്കെ സിനിമാറ്റോഗ്രാഫറാണ് പ്രശാന്ത് ഏട്ടൻ. പിന്നെ പോസ്റ്റ് പ്രൊഡക്ഷനിലാണെങ്കിലും നമ്മുടെ മ്യൂസിക് ഡയറക്ടർ സിദ്ധാർത്ഥ പ്രദീപ്, എഡിറ്റർ ക്രിസ്റ്റി, എല്ലാം കുറേ സിനിമകൾ, കുറേ വർഷമായി ഇൻഡസ്ട്രിയിലുള്ള കുറേ സിനിമകൾ ചെയ്തിട്ടുള്ള ക്രൂ ആണ്. അമിത ട്രോളുകളൊക്കെ എൻജോയ് ചെയ്യുന്നുണ്ടോ? വോയിസ് ഡെഫിനറ്റ്ലി കരയുമായിരുന്നല്ലോ, കുറച്ചു മുമ്പ് കരയുമായിരുന്നല്ലോ. എന്താ മറ്റേ ജനറലുള്ള ഫീഡ്ബാക്ക് എന്താ ട്രോളുകളൊക്കെ? ജനറലി ആളുകൾ ഒരുപാട് പേര് നല്ലതും പറയുന്നുണ്ട്, ജെന്യുവൻ ആയിട്ട് ഇഷ്ടപ്പെടാത്തവർ അതും സംസാരിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. അത് എന്തുകൊണ്ട് എന്നുള്ള കാര്യം ഡെഫിനറ്റ്ലി അത് പറഞ്ഞു തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതാണ് എൻ്റെ മൂഡ്. ട്രോള് വരുന്നത് അത് ആക്ച്വലി നല്ലതാണ്. ആക്ച്വലി അങ്ങനെ ഇഷ്ടപ്പെട്ടില്ല എന്ന് ഒരു ഭാഗം പറഞ്ഞത് കൊണ്ടാണ് ഇഷ്ടപ്പെടുന്ന ഒരു ലോഡ് ആളുകൾ സംസാരിച്ചു തുടങ്ങിയത് ആക്ച്വലി എൻ്റെ അടുത്ത്. അപ്പം അതെനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. നീ നേരത്തെ പറയുന്ന പോലെ ഒരു കാര്യം കാണുമ്പോഴത്തേക്ക് ഇഷ്ടപ്പെടാതിരിക്കാം, അത് ഉറപ്പായിട്ടും അഭിപ്രായം പറയാൻ എല്ലാവർക്കും വലിയ സ്വാതന്ത്ര്യമുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഇഷ്ടപ്പെടാത്തവരെ നമുക്ക് അടുത്ത വരും വർക്കുകളിലൂടെ കൺവിൻസ് ചെയ്യാൻ പറ്റും എന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇത് വരുമ്പോൾ അടിപൊളിയായിരിക്കും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. അവനേക്കാൾ കൂടുതൽ ഞാൻ പ്രാർത്ഥിക്കുന്നു. കൊണ്ടുപോലെ പ്രത്യേകിച്ച് ആ ഒരു മിനിറ്റ് കലക്കനായിരിക്കും. അപ്പോൾ ഈ പറഞ്ഞ പോലെ ഒക്ടോബർ 11 സ്ട്രീമിംഗ് ചെയ്യാണ് ജയ് മഹേന്ദ്രൻ. അപ്പോൾ എല്ലാവിധ ആശംസകളും നേരാണ്. അപ്പോൾ ഈ പറഞ്ഞ മലയാളത്തിൽ വന്നിട്ടുള്ള മുൻകാല വെബ് സീരീസുകളെ പോലെ ആ ചരിത്രവും ജയ് മഹേന്ദ്രൻ ആവർത്തിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. താങ്ക് യു ഫോർ ദ ടൈം. താങ്ക് യു.